ഹലോ, അപ്പോൾ ഞങ്ങൾ MSc ഡാനിലെ സ്റ്റുഡൻസ് എല്ലാവരും കൂടി ട്രിപ്പ് പോവുകയാണ്. ഞങ്ങളുടെ ഫാക്കൽറ്റീസ് തന്നെയാണ് പ്ലാൻ ചെയ്തത്. പിന്നെ കേരളത്തിലേക്കാണ് കേട്ടോ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ കൊച്ചി, വാഗമൺ, വർക്കല ഇങ്ങനെ 3 സ്ഥലങ്ങളിലേക്കാണ്. 3 ഡേ ട്രിപ്പാണ്, 2 നൈറ്റും. അപ്പോൾ ഞങ്ങൾക്ക് ട്രെയിൻ 7 o'clock-നായിരുന്നു. ഞങ്ങൾ അതുകൊണ്ട് 4:10 തന്നെ ഞങ്ങൾ കോളേജിൽ നിന്ന് എല്ലാവരും പിക്ക് ചെയ്തു. ഞങ്ങൾ മാംഗ്ലൂരിൽ നിന്നാണ് കേട്ടോ പോയത്. പിന്നെ ട്രെയിൻ ജേണിയൊക്കെ അടിപൊളിയായിരുന്നു. ഞങ്ങൾ 2S ആയിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ എറണാകുളം ജംഗ്ഷനിലേക്ക് ചെന്നിറങ്ങി. അവിടെ നിന്ന് ഞങ്ങൾക്ക് ആക്ച്വലി ട്രെയിൻ ലേറ്റും ഒക്കെ കൂടി ആയിട്ട് ടൈമൊക്കെ നല്ല ടൈറ്റായിരുന്നു. ഞങ്ങൾക്ക് അങ്ങനെ അധികം സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്നാലും ഞങ്ങളെല്ലാവരും ഫ്രണ്ട്സിനോടൊപ്പം എൻജോയ് ചെയ്തു. നേരെ അതിനുശേഷം ഹോട്ടലിലേക്കാണ് കേട്ടോ പോയത്. അതിനുശേഷം ഞങ്ങൾ ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം വൈപ്പിനിലേക്ക് വന്നു. കൊച്ചിക്കൊന്ന് കറങ്ങി. ഫോർട്ട് കൊച്ചിയുടെ വീഡിയോസൊന്നും അധികം എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. 1/2 hour മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ ടൈം. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മറൈൻ ഡ്രൈവിലേക്ക് വന്നു. മറൈൻ ഡ്രൈവിൽ ഞങ്ങൾ ഷിപ്പിൽ ഒരു 1 hour എടുത്തു. പിന്നെ ഷിപ്പിൽ തന്നെ DJ പാർട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങൾക്ക് പർച്ചേസിങ്ങിന് പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു ശരിക്കും. ബട്ട് ഒക്കെ കൂടി ഡിന്നറും ഒക്കെ കൂടി കഴിഞ്ഞ് വന്നപ്പോൾ നല്ല ലേറ്റായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ബ്രോഡ്വേയിലൊക്കെ പോകാൻ നോക്കിയെങ്കിലും അധികം പർച്ചേസിംഗ് ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് ഓൾറെഡി ടൈം ആയി കഴിഞ്ഞു. എല്ലാ ഷോപ്സും ക്ലോസ് ചെയ്തിരുന്നു. അങ്ങനെ 1 day അങ്ങനെ കഴിഞ്ഞു, ഫസ്റ്റ് ഡേ. പിന്നെ ഞങ്ങൾക്ക് സെക്കൻഡ് ഡേ ലേക്ക് ഷോർ ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, കൊച്ചി. ഞങ്ങൾക്ക് അവിടുത്തെ ഡയറ്ററി ഡിപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അവരുടെ തന്നെ കുക്കിങ്ങിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സും ഒക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. പിന്നെ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെയായിരുന്നു കേട്ടോ അവിടുത്തെ ഡയറ്റീഷ്യൻസൊക്കെ ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. ലേക്ക് ഷോറിലെ ഡയറ്റീഷ്യൻ നമുക്ക് ഓരോ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് തരുകയും പിന്നെ അതിനുശേഷം ഞങ്ങൾ വാഗമണിലേക്കാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ വാഗമൺ എന്നൊരു ഹോട്ടലിൽ നിന്ന് തന്നെ ലഞ്ചൊക്കെ അറേഞ്ച് ചെയ്തിരുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങൾക്ക് ജീപ്പ് സഫാരി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വാഗമണിൽ തന്നെ തൊട്ടടുത്തുള്ള വാട്ടർഫോളിലും ഒക്കെ നമ്മൾ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. ശേഷം ഞങ്ങൾ സ്യൂസൈഡ് പോയിന്റിലേക്ക് പോയി. ബട്ട് അവിടെ എത്തിയപ്പോൾ ഓൾമോസ്റ്റ് രാത്രിയായി. ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇടിയും മഴയും ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെ അങ്ങോട്ട് പോയി. പിന്നെ ഞങ്ങൾ സെയിം സ്ഥലത്ത് തന്നെ തിരിച്ച് വന്നിട്ട് ഡിന്നറൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് പോയി. പിന്നെ ഞങ്ങൾ ചെറിയൊരു ക്യാമ്പ് ഫയർ ഒക്കെ അറേഞ്ച് ചെയ്തിരുന്നു. ഡേ 2 വാഗമണിൽ കഴിഞ്ഞു. ഇത് ഡേ 3 ആണ്. അപ്പോൾ ഞങ്ങൾ 6 o'clock-ന് തന്നെ വാഗമൺ ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തു. വാഗമണിൽ തന്നെ കുറച്ച് വ്യൂ പോയിൻറ്റ്സ് കവർ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങളൊന്ന് കണ്ടതിന് ശേഷം എല്ലായിടത്തും ഒരു 5 minutes കൂടുതൽ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് അത്രേ ടൈം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഡെസ്റ്റിനേഷൻ ശരിക്കും കൊല്ലം വർക്കലയാണ്. അപ്പോൾ കൊല്ലം കാപ്പിൽ, പിന്നെ കാപ്പിൽ ബീച്ച്, പിന്നെ മാൻഡ്രൂ തുരുത്ത്, അങ്ങനെയുള്ള കുറച്ച് ഏരിയാസ് കവർ ചെയ്യാൻ ആയിരുന്നു പ്ലാൻ. പിന്നെ വർക്കല ക്ലിഫും കാര്യങ്ങളൊക്കെ. പിന്നെ ഞങ്ങൾക്ക് കൊല്ലത്തെത്തിയതിന് ശേഷം ഒരു ബോട്ട് റൈഡ് ഉണ്ടായിരുന്നു, മുൻട്രോയ് തുരുത്തിലേക്ക് തന്നെ. ഓൾമോസ്റ്റ് ഒരു 2 hours ബോട്ട് റൈഡ് ഉണ്ടായിരുന്നു. അതും നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ വർക്കല ക്ലിഫിലേക്ക്. വർക്കല ക്ലിഫിൽ ഞങ്ങൾ എത്തിയപ്പോൾ ഒരു ടൈമായി. പിന്നെ ഞങ്ങൾക്ക് അധികം വർക്കല ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനോ അവിടുത്തെ ഇതൊന്നും കാണാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഞങ്ങൾ അങ്ങോട്ട് പോയി ഒരു 1/2 hour അത്രേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് ട്രെയിൻ കൊല്ലത്തുനിന്ന് തിരിച്ച് വരുന്ന ട്രെയിൻ ഒരു 8 o'clock-നായിരുന്നു. ശരിക്കും ട്രെയിനും ഒക്കെ കൂടി ഞങ്ങൾക്ക് ആകെ ഒരു ഇതായിരുന്നു. ട്രെയിനൊക്കെ ഞങ്ങൾ ഓടിപ്പോയി പിടിക്കുകയായിരുന്നു ചെയ്തത് ഗൈസ്. അങ്ങനെ മൊത്തത്തിലൊരു ടൈറ്റ് ഷെഡ്യൂളായിരുന്നു. പക്ഷെ ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു ഫ്രണ്ട്സുമായിട്ട്. എല്ലാവരും നല്ല ടയേർഡായിരുന്നു. ഞങ്ങളെല്ലാവരും ട്രെയിനിലൊക്കെ എത്തിയപ്പോൾ ആകെ ടയേർഡായിരുന്നു എല്ലാവരും. പിന്നെ ഡിന്നറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ എത്തുന്നുണ്ടായിരുന്നുള്ളൂ മാംഗ്ലൂർ ജംഗ്ഷനിലേക്ക്. പിന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ മാഹയുടെ ബസ് ഞങ്ങളെ പിക്ക് ചെയ്യാൻ തന്നു. ഞങ്ങൾ മാംഗ്ലൂരിൽ നിന്ന് തന്നെ ഒരു ഹോട്ടലിലൊക്കെ കയറി നല്ല ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിച്ചു.
അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീണ്ടും കോളേജ് ലൈഫിലേക്ക് പോകുന്നു ഗൈസ്.